അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പവിത്രമായ പരിശുദ്ധമായ ദിനരാത്രങ്ങളിലൂടെ നാം കടന്നുപോയതുപോലെ വളരെ പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളിലേക്ക് നാം കല്ലെടുത്തു വെക്കുകയാണ്. നമുക്കേവർക്കും അറിയാം, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ബഹുമതിയും പവിത്രതയും ഒക്കെ ഒരുപാട് നാം പല വോയിസുകളിലൂടെയും കേട്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അറഫ ദിവസത്തിലെ നോമ്പ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ പുണ്യമേറിയതായ ഒരു ബൃഹത്തായ ഒരു സുന്നത്താണ് നാളത്തെ നോമ്പ് എന്നെല്ലാവരും ആമുഖമായി ഉണർത്തുകയാണ്. മറ്റന്നാളാണല്ലോ, അഥവാ 24-ാം തീയതി നമ്മുടെ പെരുന്നാൾ, വലിയ പെരുന്നാൾ ആഗതമാവുകയാണ്. അത് സംബന്ധമായ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിൻ്റെ തുടക്കമെന്നാണ് സാധാരണ പെരുന്നാൾ ദിവസങ്ങളിൽ, അതുപോലെ പെരുന്നാൾ രാവ് തക്ബീറുകളെ കൊണ്ട് നമ്മുടെ വീടും വഴിയോരവും പള്ളികളുമൊക്കെ നാം അലങ്കരിക്കുകയാണ് പതിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സയ്യിനു അഅ്യാദകും ബിത്തക്ബീർ, നിങ്ങളുടെ പെരുന്നാളുകളെ തക്ബീർ കൊണ്ട് നിങ്ങൾ ഭംഗിയാക്കുക എന്ന്. അതുകൊണ്ട് തന്നെ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഇൻഷാ അല്ലാഹ് അറഫ ദിവസമായ നാളെ സുബ്ഹ് നിസ്കാരം മുതൽ പെരുന്നാൾ കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ്, അഥവാ അയ്യാമു തശ്രീഖ്, ദുൽഹജ്ജ് 10-നാണല്ലോ പെരുന്നാൾ, 11, 12, 13, ആ 13-ാം ദിവസം അസ്ർ നിസ്കാരം വരെ ഓരോ നിസ്കാരങ്ങളുടെയും ശേഷം തക്ബീർ സുന്നത്താണ്. എല്ലാ നിസ്കാരങ്ങളുടെയും ശേഷം, അത് മയ്യത്ത് നിസ്കാരമാണെങ്കിലും ശരി, തക്ബീർ സുന്നത്താണ്. അതുകൊണ്ട് നാളെ സുബ്ഹി മുതൽ തക്ബീർ തുടങ്ങുന്ന കാര്യം ആരും മറക്കാതിരിക്കുക. അതുപോലെ ഈ പുണ്യ ദിനരാത്രങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന് വളരെ പെട്ടെന്ന് ഉത്തരം ലഭ്യമാകുമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കാനല്ല ആഗ്രഹിക്കുന്നത്. പെരുന്നാളിനെ കുറിച്ച്, പെരുന്നാൾ നിസ്കാരത്തിനെ കുറിച്ച് മറ്റും ഒരല്പം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പെരുന്നാൾ നിസ്കാരം, അതിൻ്റെ സമയം എപ്പോഴാണ് തുടങ്ങുന്നത്? അതായത് പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ചുയർന്നതു മുതൽ ളുഹറിന്റെ സമയം വരെയാണ് ആ നിസ്കാരത്തിന്റെ സമയം കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ എവിടെ വെച്ച് നിസ്കരിക്കലാണ് നല്ലത്? പള്ളിയിൽ വെച്ച് നിസ്കരിക്കപ്പെടാറുണ്ട്, അതുപോലെ മൈതാനിയിൽ വെച്ച് നിസ്കരിക്കപ്പെടാറുണ്ട്. ഇവിടെ പള്ളി പ്രവിശാലമാണെങ്കിൽ, ജനങ്ങളെ ഉൾക്കൊള്ളുന്ന പള്ളിയാണെങ്കിൽ പള്ളിയിൽ വെച്ച് നിസ്കരിക്കലും, അതല്ല ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ട് പള്ളിയിൽ സ്ഥല സൗകര്യം പോരാ എന്നുണ്ടെങ്കിൽ മൈതാനിയിൽ വെച്ച് നിസ്കരിക്കലുമാണ് ഉത്തമം. എന്നാൽ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ നിസ്കാരത്തെക്കുറിച്ച് ഒരല്പം പറയാം. അതിനു മുമ്പ് പെരുന്നാൾ നിസ്കാരത്തിന് നാം ഒരുങ്ങേണ്ടതുണ്ട്. അതിൻ്റെ പ്രധാന സുന്നത്തുകളൊക്കെ നാം നിർവഹിക്കുന്നവരായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഉണർത്തേണ്ടതില്ല. കുളിക്കുക, സുഗന്ധദ്രവ്യം പൂശുക, അതുപോലെ തന്നെ നല്ല വസ്ത്രം, പുതിയ വസ്ത്രം, നല്ല വസ്ത്രം ധരിക്കുക, ഉള്ളതിൽ ഏറ്റവും നല്ലത് ധരിക്കുക. ഇതൊക്കെ
പ്രത്യേകമായ സുന്നത്താണ്. വകതിരിവുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടികളെ കൂടുതൽ നല്ല മോടിയോടുകൂടെ നല്ല മോടി പിടിപ്പിച്ച് നല്ല വസ്ത്രം ധരിപ്പിച്ച് നിസ്കാരത്തിൽ കൊണ്ടുപോകലും പ്രത്യേകമായ സുന്നത്തുണ്ട്. അതുപോലെ പള്ളിയിലേക്ക് നടന്നു പോകലാണ് സുന്നത്ത്. വാഹനത്തിൽ പോകുന്നതിനേക്കാളും കൂടുതൽ കൂലിയുള്ളത് നടന്നു പോകുന്നതിനാണ്. നടന്നു പോകുമ്പോൾ ഒരു വഴിയിലൂടെയും തിരിച്ചു വരുമ്പോൾ മറ്റൊരു വഴിയിലൂടെയും പിന്നെ ആകലാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ വഴികളിലൂടെയും മറ്റും തക്ബീറുകൾ ചൊല്ലൽ പ്രത്യേകമായ സുന്നത്തുണ്ട്. അതുപോലെ ദുൽഹിജ്ജ 10 മൃഗങ്ങളെ കണ്ടാൽ അതുപോലെ തന്നെ അവയുടെ ശബ്ദങ്ങൾ കേട്ടാലും തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അതുപോലെ മറ്റൊരു സുന്നത്താണ് ബലിപെരുന്നാളിന് പള്ളിയിൽ പോകുമ്പോൾ ഒന്നും കഴിക്കാതെ ഭക്ഷണം കഴിക്കാതെ പോകൽ സുന്നത്താണ്. അതുപോലെ ചെറിയ പെരുന്നാളാണെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് പോകേണ്ടത്. എന്നാൽ എങ്ങനെയാണ് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കേണ്ടത്? നമുക്കെല്ലാവർക്കും വർഷത്തിൽ 2 പെരുന്നാളായതുകൊണ്ട് ഓർമ്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഈ വോയിസ് ഉപകരിക്കുമാറാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ടാണ് പറയുന്നത്. പെരുന്നാൾ നിസ്കാരം, ബലിപെരുന്നാൾ നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഇമാമോട് കൂടി ഞാൻ നിസ്കരിക്കുന്നു, ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അങ്ങനെ നിയത്ത് ചെയ്ത് അല്ലാഹു അക്ബർ എന്ന് തക്ബീർ കെട്ടുക. അത് തക്ബീറത്തുൽ ഇഹ്റാമാണ്. നാം മറ്റു ഫർദ് നിസ്കാരങ്ങളൊക്കെ ചെയ്യുന്ന കാര്യമാണല്ലോ ആ തക്ബീർ. ആ തക്ബീറിന്റെ ശേഷം ഒന്നാമത്തെ റക്അത്തിൽ 7 തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. വജ്ജഹ്തു ഓതിയതിന്റെ ശേഷം വജ്ജഹ്തു ഓതുക, 7 തക്ബീറുകൾ ചൊല്ലുക. ഈ 7 തക്ബീറുകൾക്കിടയിൽ ഒരു ദിക്ർ പറയാറുണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള ദിക്ർ പറയൽ സുന്നത്താണ്, ഓരോ 2 തക്ബീറിന്റെ ഇടക്ക് വെച്ച്. ഇങ്ങനെ 7 തക്ബീർ ചൊല്ലുമ്പോഴും നാം നമ്മുടെ 2 കൈകളും ചുമലിന് നേരെ ഉയർത്തലും എന്നിട്ട് നെഞ്ചിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ വെക്കലും, സാധാരണ കൈ കെട്ടും പോലെ നാം കൈ കെട്ടലും സുന്നത്താണ്. എന്നാൽ ഒരാള് ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത്, തസ്ബീഹിനെ കുറിച്ച് പറഞ്ഞല്ലോ, ദിക്ർ പറയണം. ദിക്ർ പറഞ്ഞില്ല, അങ്ങനെ തന്നെ തക്ബീർ 7 തക്ബീർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇങ്ങനെ 7 തക്ബീർ ചൊല്ലി. എന്നാൽ അവിടെ പ്രശ്നമൊന്നുമില്ല. തക്ബീർ തന്നെ മറന്നാൽ പിന്നെ വീണ്ടും അതിനെ, നമ്മുടെ നാടുകളിൽ അങ്ങനെ തക്ബീറിനെ പറ്റി ഇമാം വിശദീകരിച്ചു, പിന്നീട് ഇമാമ് തന്നെ തക്ബീർ മറന്നുപോയി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. അതൊന്നും പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമല്ല. തക്ബീർ മറന്നാൽ പ്രശ്നമൊന്നുമില്ല, സുന്നത്താണ്. സുന്നത്ത് ഒഴിവാക്കിയെന്നേ ഉള്ളൂ. ഇതിൽ നിസ്കാരത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇനി ഒരാള് വജ്ജഹത്തു ഓതിയതിന്റെ ശേഷം ഉടനെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അഊദ് കൊണ്ട് തുടങ്ങി. എന്നാൽ ആ തക്ബീറിനുള്ള ചാൻസ് നഷ്ടപ്പെട്ടു. പിന്നീട് തക്ബീർ ചൊല്ലാൻ പറ്റില്ല. കാരണം അഊദിന് മുമ്പായിരിക്കണം തക്ബീർ ചൊല്ലേണ്ടത്. ഇങ്ങനെയാണ് തക്ബീറുകളെ നാം ശ്രദ്ധിക്കേണ്ടത്. ഈ തക്ബീർ കഴിഞ്ഞതിന്റെ ശേഷം പിന്നീട് അഊദ് ഓതി, ഫാത്തിഹ ഓതി, സാധാരണ പിന്നെ സൂറത്ത് ഓതി, പിന്നെ സാധാരണ റുക്ഉഉം സുജൂദും ഒക്കെ ചെയ്തിട്ട് രണ്ടാമത്തെ റക്അത്തിൽ നിന്ന് സുജൂദിൽ നിന്ന്, ആദ്യത്തെ റക്അത്തിലെ രണ്ടാമത്തെ സുജൂദിൽ നിന്ന് ഉയരുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് നാം ഉയരുന്നത്. ആ തക്ബീർ അല്ലാതെ, അതായത് സുജൂദിന് എണീക്കുമ്പോൾ ചൊല്ലിയ തക്ബീർ അല്ലാതെ രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഈ 5 തക്ബീറുകൾ ചൊല്ലുമ്പോൾ നേരത്തെ പറഞ്ഞ അതേ ദിക്ർ 2 തക്ബീറുകൾക്കിടയിൽ ചൊല്ലുക. എന്നിട്ട് അവിടെ അങ്ങനെ അഊദുവിന് മുമ്പായിരിക്കണം. അഊദ് ഓതി, ഫാത്തിഹ സൂറത്ത് ഓതി, സാധാരണ പോലെ തന്നെ പിന്നെ സലാം വിട്ടു. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ. ഇത് നമസ്കാരം നമുക്ക് പള്ളിയിൽ പോയി ജമാഅത്ത് നിസ്കരിക്കുന്നതുകൊണ്ട് പ്രത്യേകം
പിന്നെ എല്ലാം പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല, അവിടെ വെച്ച് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് നാം പെരുന്നാളിന് പ്രത്യേകമായി പിന്നെ പെരുന്നാൾ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വലിയ പെരുന്നാളാകുമ്പോൾ പിന്നീട് പിന്നെ ബാക്കി ഉള്ള ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അയ്യാമു തശ്രീഖിന്റെ അവസാനത്തെ പിന്നെ അസർ നിസ്കാരം വരെ ആ തക്ബീറുകൾ പ്രത്യേകമായ സുന്നത്താണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പിന്നെ പെരുന്നാൾ നിസ്കാരത്തിലെയും മറ്റും ചെറിയൊരു രൂപമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവം മനസ്സിലാക്കി, പ്രാധാന്യം മനസ്സിലാക്കി, കൂലി ആഗ്രഹിച്ചുകൊണ്ട് പെരുന്നാൾ ദിവസങ്ങളെ ധന്യമാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. കാരണം ദുൽഹിജ്ജ എന്ന് പറഞ്ഞാൽ വലിയ ഒരു പ്രതിഫലം അർഹിക്കുന്ന ഒരു കാര്യമാണ് ദുൽഹിജ്ജ. പിന്നെ 10 എന്ന് പറയുന്നത് ആ 10 ദിവസങ്ങൾ വലിയ പുണ്യമുള്ള ദിവസവും കൂടിയാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരു കാര്യത്തെക്കുറിച്ച് സത്യം ചെയ്ത് പറയുകയാണെങ്കിൽ ആ കാര്യത്തിന്റെ ഗൗരവത്തെക്കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. അതാണല്ലോ വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞത്. വലയാലിൻ അശ്ർ 10 ദിവസങ്ങളെ 10 രാത്രികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറഞ്ഞു. ആ 10 അത് ദുൽഹിജ്ജ 10 ആണെന്നാണ് പിന്നെ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഖുർആനിൽ സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച രാവുകൾ എന്ന് പറയുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് പിന്നെ ഇനിയുള്ള രാത്രികളും പകലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്റുമായിട്ട് നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെയാണ് നാം പെരുന്നാളുകളെ ധന്യമാക്കേണ്ടത്. അല്ലാതെ നാം എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ടല്ല പെരുന്നാളിനെ നാം ധന്യമാക്കേണ്ടത്. അതുകൊണ്ട് പെരുന്നാളിനെ നാം തക്ബീറുകളെ കൊണ്ടും ദിക്റുകളെ കൊണ്ടും തസ്ബീഹുകളെ കൊണ്ടും സലാത്തുകളെ കൊണ്ടൊക്കെ ഭംഗിയാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട പെരുന്നാൾ ആഘോഷിക്കുന്ന വിഭാഗത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും. അസ്സലാമു അലൈക്കും.